Hi students, welcome to LMD. Today we are going to do the exercise questions of page 245 of chapter 11 statistics. Statistics ഇതുവരെ കണക്കിലെ 245 പേജ് 245 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ അത്ലറ്റ് ഇൻ ലോങ് ജംപ് പ്രാക്ടീസ്. ഇപ്പോൾ ലോങ് ജമ്പിന്റെ പ്രാക്ടീസിന് ഒരു അത്ലറ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. 6.10, 6.20, 6.18, 6.20, 6.25, 6.21, 6.15, 6.10 in meters. Find the mean and median. മീനും മീഡിയനുമാണ് ചോദിച്ചിരിക്കുന്നത്. Why is there is not much difference between these? ഇവ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്തുകൊണ്ട്? അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നേരം എന്താണ് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മീൻ ഈക്വൽ സം ഓഫ് ദ ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യണം. 6.10 പ്ലസ് 6.20 പ്ലസ് 6.18 പ്ലസ് 6.20 പ്ലസ് 6.25 പ്ലസ് 6.21 പ്ലസ് 6.15 പ്ലസ് 6.10 ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻ ഉള്ള 8 എണ്ണം ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 49.39 എന്ന് കിട്ടും ബൈ 8. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 6.17 എന്ന് കിട്ടും. മീറ്റർ ആയതുകൊണ്ട് നമുക്ക് മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ മീൻ ഈക്വൽസ് 6.17 മീറ്റർ. ഇനി നമുക്ക് മീഡിയൻ ആണ് കാണേണ്ടത്. മീഡിയൻ കാണണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് വേണം മീഡിയൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് മായ്ച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം മീനാണ് നമ്മൾ കണ്ട. ഇനി അടുത്തത് മീഡിയൻ ആണ്. മീഡിയൻ ഈക്വൽസ്, അപ്പോൾ നമുക്ക് ആദ്യം ഇത് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ എഴുതണം. അപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഏറ്റവും ചെറുത് ഏതാ? 6.10. 6.10, അത് കഴിഞ്ഞ് 6.15, പിന്നെ 6.18, പിന്നെ 6.20, പിന്നെ 6.20 രണ്ടെണ്ണം ഉണ്ടല്ലേ? ഓക്കെ, 6.20, പിന്നെ എന്താണ് 6.21, 6.21, പിന്നെന്താണ് 6.21, പിന്നെ അടുത്ത 6.25 അല്ലേ? 6.25, പിന്നെ 6.10 രണ്ടെണ്ണം ഉണ്ട്, അതും കൂടെ നമുക്ക് ഇവിടെ എഴുതാം. 6.10. അപ്പം നമുക്ക് എല്ലാ ഒബ്സർവേഷനും അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് മീഡിയൻ ആണ് കാണേണ്ടത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഐറ്റം. മീഡിയൻ ഈക്വൽസ്, അപ്പം ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8 8 ഉള്ളപ്പം നടുക്ക് 2 പേര് വരും അല്ലേ? നോക്കിക്കേ, ഇവിടെ 3 എണ്ണം, ഇപ്പുറത്ത് 3 എണ്ണം പോയി കഴിഞ്ഞാൽ നടുക്ക് 2 പേര്. അതിൻ്റെ ആവറേജ് ആണ് മീഡിയൻ. 6.18 പ്ലസ് 6.20 ഡിവൈഡഡ് ബൈ 2. ഇപ്പം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നോക്കിക്കേ, 0, 13.00 by 2. അപ്പം അല്ല 20 ആഡ് ചെയ്ത് തെറ്റുണ്ട്. 12.38 ആണ് വരുന്നത്. 12.38 by 2 is 6.19 മീറ്റർ. മറ്റേ എത്ര? 6.17 ആണ്, ഇത് 6.19. അപ്പം ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, വലിയ ഡിഫറൻസ് ഉണ്ടോ? നോട്ട് മച്ച് ഡിഫറൻസ്. മീൻ ആൻഡ് മീഡിയൻ ഗിവ് ദ ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പേഴ്സൺ. ഹെൻസ് വിൽ നോട്ട് ഹാവ്, ഹെൻസ് മീൻ ആൻഡ് മീഡിയൻ കവേഴ്സ് ആവറേജ് ഡിസ്റ്റൻസ്. ആവറേജ് ഡിസ്റ്റൻസ്, hence not much difference. അതുകൊണ്ടാണ് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തത്. മനസ്സിലായല്ലോ? വളരെ എളുപ്പമാണ് ഇങ്ങനത്തെ ഉള്ള കണക്കുകൾ ചെയ്യാൻ. പക്ഷേ
ഇങ്ങനത്തെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ ഇപ്പൊ 1 മാർക്കിന്റെ ഒക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പം രണ്ടാമത്തെ ചോദ്യം, the table below gives the rainfall during 1 week of September 2015 in various districts of Kerala. Calculate the mean and median. Why is the mean less than median? നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, എങ്ങനെയുള്ള ചോദ്യം വലുതായിരിക്കും, ഉത്തരം ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ എന്താണ്? സം ബൈ ടോട്ടൽ. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. മീൻ ഈക്വൽസ് ഇതെല്ലാം കൂടെ ഒബ്സർവേഷൻസ് എല്ലാം കൂടെ തന്നിരിക്കുന്ന ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 700 കിട്ടും. 700. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കാണിക്കുന്നില്ല. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 700 ആണ് കിട്ടുന്നത് ബൈ 14. 700 by 14 ഈക്വൽസ് 50. ഇനി നമുക്ക് എന്താ വേണ്ടത്? മീഡിയൻ ആണ് കാണണം. മീഡിയൻ കാണണമെങ്കിൽ ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അത് ഞാൻ കാണിച്ചു തരാം. അസെൻഡിങ് ഓർഡറിൽ എഴുതാണ്. ഏറ്റവും ചെറുത് എത്ര? 13.5. പിന്നെ 20.5, 30.5, പിന്നെ പറഞ്ഞോളൂ 33.5, പറഞ്ഞോ 45.5, 50.3, 53.4, 56.3. വളരെ ശ്രദ്ധിച്ചു വേണം ഇത് എഴുതാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും കേട്ടോ. ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ആൻസർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. 56.9 രണ്ടെണ്ണം ഉണ്ട്. 56.9, 66.7, 70.6, 89. അപ്പൊ ഇതിലെ നടുക്ക് എത്ര വരെ? ഇത് ഈവൺ നമ്പറാ. അപ്പൊ നടുക്ക് 2 പേര് വരും. ആരൊക്കെ വരും നോക്കിക്കേ? 53 പോയിന്റ് ഇത് രണ്ടും വരും. അപ്പം മീഡിയൻ ഈക്വൽസ് 53.4 പ്ലസ് 56.3 by 2. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 54.85 എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ, മീനും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ ബിക്കോസ് ദ നമ്പർ കണ്ടെയ്ൻസ് ആർ ഫാർ സ്മോൾ ആൻഡ് ലാർജ് നമ്പേഴ്സ് ദാൻ മീൻ. നോക്കിക്കേ, ഇതിൻ്റെ അകത്തുള്ള നമ്പേഴ്സ് നോക്കിയാൽ മതി. എന്താണ് റീസൺ? എന്താണ്? ദ നമ്പർ കണ്ടെയ്ൻസ് ആർ, ചിലത് ഒരുപാട് വലുത്, ചിലത് ഒരുപാട് ചെറുത്. ഓക്കെ, ഇവിടെ 66.7 ഉണ്ട്, ഇവിടെ 33.5. അപ്പോൾ ഒരുപാട് ഡിഫറൻസ് വന്നുകൊണ്ടാണ് മീൻ എന്തായിട്ട് പോയത്? ഒത്തിരി കുറവായിട്ട് പോയത്. അപ്പോൾ റീസൺ എഴുതാം. എന്താ എഴുതാം? mean is less than median. കാരണം എന്താണ്? ബിക്കോസ് ചില നമ്പർ ഒരുപാട് വലുത്, ചിലത് ഒരുപാട് ചെറുത്. അപ്പൊ ഇതാണ് കഴിഞ്ഞ ദിവസം വേണ്ട ഏറ്റവും ചെറുതാണ് 13.5. 66.7 13.5 തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. ഒരുപാട് ചെറുത്, ഒരുപാട് വലുത്. അങ്ങനെയുള്ളപ്പോൾ മീൻ എപ്പോഴും എന്താണ് ശരിയായിട്ടുള്ള മീനല്ല നമുക്ക് കിട്ടുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബിക്കോസ് ദ നമ്പർ കണ്ടെയ്ൻസ് പറഞ്ഞോ, നമ്പർ കണ്ടെയ്ൻസ് ആർ far small and large. Large numbers. ഒന്നുകിൽ ഏറ്റവും ചെറുത്, ഒരുപാട് വ്യത്യാസം, ചെറുതും വലുതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, prove that for a set of numbers arithmetic sequence the mean and median are equal.
അപ്പോൾ നമുക്ക് ആദ്യത്തെ 4 നമ്പേഴ്സ് എടുക്കാം, ഒരു സെറ്റ് നമ്പേഴ്സ് എടുക്കാം. അപ്പം അതിനൊരു ഫോം ഉണ്ട്. എങ്ങനെയാ? ലെറ്റ് എ പ്ലസ് ഡി, 2D എടുക്കത്തില്ല, എ പ്ലസ് 3D, എ പ്ലസ് 4D are the numbers of an arithmetic sequence. Numbers of an arithmetic sequence. അപ്പോൾ നമുക്ക് മീൻ കാണാം. മീൻ ഈക്വൽസ് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 3D പ്ലസ് എ പ്ലസ് 4D ബൈ 4. അപ്പോൾ എത്ര വരും? 4a പ്ലസ് 4 3 7 8 8D ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുമ്പോൾ ഓരോ ടേമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് 2D എന്ന് കിട്ടും. മീൻ എന്താ കിട്ടും? എ പ്ലസ് 2D. മീഡിയൻ എന്താണ്? 4 ടേം ഉള്ളതുകൊണ്ട് നടുക്കത്തെ 2 ടേമിൻ്റെയും കൂടെ സമ്മിൻ്റെ പകുതി, ദാറ്റ് ഈസ് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 3D ബൈ 2. അപ്പം നമുക്ക് എന്താ ഇത്? 2a പ്ലസ് 4D ബൈ 2 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? എ പ്ലസ് 2D തന്നെ കിട്ടും. അത് നോക്കിക്കേ, ഇവിടെ മീനും മീഡിയനും എന്തായിട്ട് വന്നാൽ ദേ ആർ ഈക്വൽ. മീൻ ആൻഡ് മീഡിയൻ ആർ ഈക്വൽ. ഓക്കെ, ഇപ്പോൾ 3 ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് തീർന്ന് 3 മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത എക്സസൈസുമായിട്ട് വരാം. ഓക്കെ, ബൈ.